ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസിക്ക് പിന്തുണയുമായി കെയ്റോയിൽ കൂറ്റൻ റാലി. മുർസി അധികാരമേറ്റ് ഒരു വർഷം തികയുന്ന ജൂൺ 30-ന് പ്രതിപക്ഷ കക്ഷികളുടെ ആഭിമുഖ്യത്തിൽ മുർസി വിരുദ്ധ റാലി നടത്താൻ തീരുമാനിച്ചിരിക്കെയാണ് മുർസിക്ക് പിന്തുണ അറിയിച്ച് പതിനായിരങ്ങൾ ഒത്തുകൂടിയത്. അറബ് വസന്താനന്തരം നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ഈജിപ്തിൽ അധികാരത്തിലെത്തിയ പ്രസിഡന്റാണ് മുഹമ്മദ് മുർസി. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ രാഷ്ട്രീയ വിഭാഗമായ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് മുർസി രംഗത്തെത്തിയത്. ജൂൺ 30-ന് മുർസി അധികാരമേറ്റ് ഒരു വർഷം പൂർത്തിയാകുകയാണ്. 25 വർഷത്തെ ഏകാധിപത്യ ഭരണത്തിന് അറുതി വരുത്തിയ മുർസിയുടെ നേതൃത്വത്തിലുള്ള ഭരണം പൊതുവെ മികച്ച അഭിപ്രായമാണ് രാജ്യത്തിനകത്തും പുറത്തും നേടിയത്. അന്താരാഷ്ട്ര ബന്ധങ്ങളെ സമവായത്തിന്റെ രീതിയാണ് മുർസി സ്വീകരിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ പുനരുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങളും ശ്രദ്ധ നേടി. അതേസമയം പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ വിമർശനങ്ങളും ഭരണത്തിന് നേരെ ഉയർത്തിയിരുന്നു. ജൂൺ 30-ന് മുർസി വിരുദ്ധ റാലി നടത്തുമെന്ന് പ്രതിപക്ഷ കക്ഷികളും ആക്ടിവിസ്റ്റുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുർസി ഭരണത്തിനെതിരായി 15 മില്യൺ ഒപ്പുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുർസിക്ക് പിന്തുണയേകി ഇസ്ലാമിക പാർട്ടിയുടെ റാലി നടന്നത്. മുസ്ലിം ബ്രദർഹുഡ്, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി, അൽ ജമാ അൽ ഇസ്ലാമിയയുടെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി, വതൻ പാർട്ടി എന്നിവരാണ് റാലിക്ക് നേതൃത്വം നൽകിയത്. മുർസി അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച്. അലക്സാണ്ട്രിയയിലും റാലികൾ നടന്നു. ചില സ്ഥലങ്ങളിൽ മുർസി അനുകൂലികളും പ്രതിപക്ഷ കക്ഷികളും തമ്മിൽ സംഘർഷമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള പാർലമെന്റ് തീരുമാനത്തിനെതിരെ ലെബനിൽ പ്രതിഷേധം ശക്തമാവുന്നു. ബെയ്റൂട്ടിലെ റെയ്ഡ് അൽ സോൽ സ്ക്വയറിൽ ഇന്നലെയും നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി എത്തിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള ഏകപക്ഷീയ തീരുമാനം ഈ മാസം ആദ്യമാണ് ലെബനീസ് സർക്കാർ കൈക്കൊണ്ടത്. ഈ മാസം നടക്കേണ്ട തിരഞ്ഞെടുപ്പ് 17 മാസത്തേക്കാണ് നീട്ടിവെച്ചത്. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് നൂറുകണക്കിന് ആളുകൾ അർദ്ധരാത്രിയിലും ഉറക്കമൊഴിഞ്ഞ് റൈഡ് അൽ സോൾ സ്ക്വയറിൽ ഒത്തുചേർന്നത്. പാർലമെന്റ് കെട്ടിടം വരെ പ്രക്ഷോഭക്കാർ എത്തിയെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഇതാണ് പ്രതിഷേധം രാത്രിയിലേക്കും നീട്ടാൻ സമരക്കാരെ പ്രേരിപ്പിച്ചത്. امبارح كنا دعينا لمظاهرة ضد التمديد وضد الانقلاب اللي صار على ديمقراطية لبنان. مثل ما شفتوا القوى الأمنية استعملت القوة الفارطة ضد المتظاهرين، فقررنا ننصب خيامهم بطريقة سلمية لنتظاهر ضد التمديد. في سنة ونص ما رح نخليهم يرتاحوا على الكراسي تبعهم لأنه هذا تمديد غير شرعي. സിറിയയിൽ 2 വർഷമായി തുടരുന്ന സംഘർഷവും അതിനെ തുടർന്ന് ലെബനിലുണ്ടായ അഭയാർത്ഥി പ്രവാഹവും രാജ്യത്തെ സുരക്ഷിതത്വത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് പ്രതിപക്ഷ പാർട്ടികൾ മുതലെടുക്കുമെന്ന ഭയമാണ് സർക്കാരിനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും വിലയിരുത്തപ്പെടുന്നു. ജൂണിൽ നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് പ്രകാരം 128 അംഗങ്ങളാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. പക്ഷേ രാജ്യത്ത് സംഘർഷങ്ങൾ തുടരുന്നതിനിടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ അത് രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയാക്കുമെന്നതിനാലാണ് 17 മാസത്തിനു ശേഷം തിരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. നിലവിലെ സംഘർഷങ്ങൾക്ക് അപ്പോഴേക്കും അയവ് വരുമെന്ന പ്രതീക്ഷയിലാണ് തിരഞ്ഞെടുപ്പ് നീട്ടിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. റിയാദിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. സൗദി ചേംബർ ഓഫ് കൊമേഴ്സുമായി ചേർന്ന് ഇന്ത്യൻ എംബസിയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. സൗദി ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ച് അന്താരാഷ്ട്ര എക്സിബിഷൻ സെന്ററിലാണ് ഇന്ത്യൻ എംബസി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തൊഴിൽമേള ആരംഭിച്ചിരിക്കുന്നത്. വിദേശികൾക്ക് രേഖകൾ ശരിപ്പെടുത്താനുള്ള സമയപരിധി 10 ദിവസത്തിനുള്ളിൽ അവസാനിക്കാനിരിക്കെ ഇന്ത്യക്കാർക്കുള്ള അവസാന അവസരമാണിതെന്ന് DCM സിബി ജോർജ് വ്യക്തമാക്കി. കറക്റ്റ് ചെയ്യുവാനുള്ള ഒരു അവസാനത്തെ അവസരമെന്ന നിലയിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ റിയാദ് ചേംബർ ഓഫ് കോമേഴ്സുമായിട്ട് കൂടി അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജോബ് സ്റ്റേറ്റസ് കറക്ഷൻ ഫെയർ നടത്തുന്നത്. എംബസിയിൽ രജിസ്റ്റർ ചെയ്ത അനധികൃത ഇന്ത്യക്കാരിൽ 30,000-ത്തിലധികം പേർ ഇതിനകം പുതിയ തൊഴിൽ കണ്ടെത്തിയതായും എംബസി അറിയിച്ചു. ഏതാണ്ട് 200-ന് മുകളിൽ കമ്പനികൾ ഇന്ത്യൻ എംബസിയെ ഇവിടെ സമീപിക്കുകയും അതുവഴി നമ്മുടെ എസ്റ്റിമേറ്റ് പ്രകാരം ഏതാണ്ട് 30,000 ആൾക്കാർ ഓൾറെഡി അവരുടെ സ്റ്റേറ്റസ് മാറി പുതിയ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നതിന് പകരം ജോലി നേടിക്കൊടുക്കാനുള്ള ശ്രമത്തെ സൗദിയിലെ കമ്പനി മേധാവികളും ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. أنا اليوم بعبر عن سعادتي وشكري للسفارة الهندية إنها استفادت من فرصة التي أعطاها خادم الحرمين الشريفين لكل المقيمين في المملكة العربية السعودية لتصحيح أوضاعهم. ആയിരക്കണക്കിന് വിദേശികൾ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ പരമാവധി ഇന്ത്യക്കാരെ സൗദിയിൽ പുനരധിവസിപ്പിക്കാനുള്ള തീവ്രശ്രമമാണ് ഇന്ത്യൻ എംബസി നടത്തുന്നത്. റിയാദിൽ നിന്ന് ക്യാമറമാൻ ഷംസുദ്ദീൻ ചക്ലിക്കൊപ്പം KCM അബ്ദുള്ള, മീഡിയ 1. ഇനി കറൻസി നിലവാരം നോക്കാം. സൗദി റിയാൽ 15.8, UAE ദിർഹം 16.14, കുവൈറ്റ് ദിനാർ 209.29, ബഹ്റൈൻ ദിനാർ 157.21, ഖത്തർ റിയാൽ 16.28, ഒമാൻ റിയാൽ 153.95.
ശാന്തിയും സമാധാനവും നേടുക എന്ന ലക്ഷ്യത്തോടെ 1000 പേർ ഒത്തുകൂടി. ടൈംസ് സ്ക്വയറിലെ യോഗ ക്ലാസ് ആയിരുന്നു വേദി. നിത്യജീവിതത്തിലെ തിരക്കിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി യോഗയിലൂടെ ശാന്തത തേടുകയാണിവർ. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലാണ് 1000ഓളം പേർ പങ്കെടുക്കുന്ന ഈ യോഗ ക്ലാസ് നടക്കുന്നത്. നഗരത്തിരക്കിൽ നിന്നും ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും ഒരു പകൽ മുഴുവൻ യോഗയിലൂടെ ഇവർ പരമാനന്ദം തേടുന്നു. മൈൻഡ് ഓവർ മാഡ്നസ് എന്ന പേരിൽ വർഷത്തിലെ ദൈർഘ്യമേറിയ ദിനത്തിലാണ് ഈ ക്ലാസ് നടക്കുന്നത്. യോഗയിലൂടെ കരുത്തു നേടി വരുന്ന ദിനങ്ങളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണവർ. തുടർച്ചയായ 11ാം വർഷമാണ് നഗരമധ്യത്തിലെ ഈ യോഗാ സംഗമം നടക്കുന്നത്. ശരാശരി 16,000ഓളം പേർ ഓരോ വർഷവും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഏഴ് വയസ്സ് കഴിഞ്ഞപ്പോൾ 50 കവിതകൾ. കോഴിക്കോട് കല്ലാച്ചിയിലെ മാളവികയാണ് ഈ കുഞ്ഞു കവി. എഴുത്തുറയ്ക്കും മുൻപേ കവിതയെഴുത്തിന്റെ വഴിയിലാണ് ഈ 3ാം ക്ലാസ്സുകാരിയായ മാളവിക. ഒരിക്കലും പാടാത്ത പാട്ടിൽ പല പല അറിവുകളുണ്ടായിരുന്നു. കുഞ്ഞുവാവയെ നോക്കാൻ അമ്മ ഏൽപ്പിച്ചു പോയതാണ് മാളവികയെ. വാവയെ നോക്കിയിരുന്നപ്പോൾ മാളവികയുടെ മനസ്സിൽ രൂപപ്പെട്ടതാണ് ആദ്യ കവിത. ഇങ്ങേ ഇങ്ങേ കുഞ്ഞാവ കുഞ്ഞി കുഞ്ഞി കുഞ്ഞാവ ഊഞ്ഞാലാടുന്ന കുഞ്ഞാവ. പിന്നീട് ഇങ്ങോട്ട് 50ഓളം കവിതകൾ. വയസ്സ് 7 കഴിഞ്ഞതേ ഉള്ളൂ മാളവികയ്ക്ക്. അമ്മ കുഞ്ഞാവയെ പ്രസവിച്ചപ്പോൾ അമ്മ എന്നെ കുഞ്ഞാവയെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നു. അന്നപ്പോൾ ഞാൻ പേനയും എടുത്ത് എഴുതാൻ തുടങ്ങി. ചുറ്റും കാണുന്നതെന്തും മാളവികയ്ക്ക് കവിതയുടെ വിഷയമാണ്. അവിടെ എത്തിയപ്പോൾ ഞങ്ങളും ഒരു വിഷയം കൊടുത്തു. തലേ ദിവസം വീട്ടിൽ വരെ വെള്ളം എത്തിച്ച മഴ. നിമിഷങ്ങൾക്കകം പിറന്നത് മനോഹരമായ കവിത. ആഹാ എന്തൊരു കുളിരാണ്, അയ്യോ എന്തൊരു കാറ്റും മഴയും. തന്റെ കവിതകൾ ചേർത്ത് ഒരു പുസ്തകമാക്കണമെന്നതാണ് മാളവികയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. കല്ലാച്ചിയിലെ ഗിരീഷ് ബാബു ശ്രീജ ദമ്പതികളുടെ മകളാണ് മാളവിക. ക്യാമറ പേഴ്സൺ CP അനിൽകുമാറിനൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്. തവളകൾ കരയുന്നില്ലല്ലോ. ബി പോസിറ്റീവ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ്. വിരൽ തുമ്പിലെ സൂര്യൻ ബ്രൈറ്റ് ലൈറ്റ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നടപ്പാക്കാതെ ലോകകപ്പിനു വേണ്ടി പൊതുധനം ദൂർത്തടിക്കുന്നുവെന്നാരോപിച്ച് ബ്രസീലിൽ നടക്കുന്ന പ്രതിഷേധം വൻ അക്രമങ്ങളിലേക്ക് വഴിമാറുന്നു. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അക്രമം തടയുമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബ്രസീലിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം തന്നെ വൻ ജനപങ്കാളിത്തമുള്ള പ്രതിഷേധം തുടരുകയാണ്. റിയോ ഡി ജനീറോയിൽ മാത്രം 30,000ഓളം ആളുകളാണ് തെരുവിലിറങ്ങിയത്. പോലീസുമായുള്ള സംഘർഷത്തിൽ 40 പേർക്ക് പരിക്കേറ്റു. പല സ്ഥലത്തും പ്രതിഷേധക്കാർ പൊതുസ്വത്ത് തകർത്തു. ബാങ്കുകൾ കൊള്ളയടിക്കുകയും കടകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ പ്രസിഡന്റ് ദിൽമ റൗസഫ് ആവശ്യപ്പെട്ടു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ടെലിവിഷനിലൂടെ റൗസഫ് മുന്നറിയിപ്പ് നൽകി. അഴിമതി, നികുതി വർധന, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ ശോചനീയാവസ്ഥ തുടങ്ങിയവ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം. ലോകകപ്പിന്റെ പേരിൽ സർക്കാർ പൊതുജനങ്ങളുടെ പണം ദൂർത്തടിക്കുന്നെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ലോകകപ്പ് വേദി ബ്രസീലിൽ നിന്ന് മാറ്റുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഫിഫ തള്ളി. കോൺഫെഡറേഷൻ കപ്പ് റദ്ദാക്കില്ലെന്നും ബ്രസീലിൽ നടക്കുന്ന അക്രമങ്ങളെ അപലപിക്കുന്നെന്നും ഫിഫ വക്താവ് പറഞ്ഞു. പൊതുജനങ്ങളുടെ പണം ലോകകപ്പിന്റെ പേരിൽ ദൂർത്തടിക്കുന്നു എന്നാരോപിച്ച് ബ്രസീലിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞ ദിവസം വലിയ അക്രമത്തിലേക്ക് വഴിമാറിയിരുന്നു. കോൺഫെഡറേഷൻ കപ്പ് റദ്ദാക്കില്ലെന്നും ലോകകപ്പ് യാതൊരു കാരണവശാലും ബ്രസീലിൽ നിന്ന് മാറ്റില്ലെന്നും ഫിഫ വക്താവ് പെക്ക ഒഡ്രിയോസോല പറഞ്ഞു. Igual que para la Copa Confederaciones no ha habido ninguna discusión entre ni la FIFA, ni el Comité Organizador Local, ni el Gobierno Federal sobre este tema, ni para la Copa Confederaciones, ni para el Mundial. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഫെഡറേഷൻ കപ്പിൽ നിന്നും പിന്മാറാൻ ക്വാർട്ടർ ഫൈനലിലെത്തിയ ചില ടീമുകൾ ആലോചിക്കുന്നെന്ന് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉറുഗ്വ നൈജീരിയ മത്സരവേദിക്കരികിൽ ഫിഫയുടെ വാഹനം ആക്രമിക്കപ്പെട്ടിരുന്നെന്ന വാർത്തയും ഫിഫ സ്ഥിരീകരിച്ചു. യൂണിഫോം ധരിച്ച് പുറത്തിറങ്ങരുതെന്ന് ഒഫീഷ്യലുകൾക്ക് ഫിഫ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇറ്റലിയും ബ്രസീലും ഇന്ന് നേർക്കുനേർ.
കോൺഫെഡറേഷൻ കപ്പ് ഫുട്ബോളിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ബ്രസീൽ ഇറ്റലിയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ജപ്പാനും മെക്സിക്കോയും തമ്മിലാണ് രണ്ടാമത്തെ കളി. ഇരു ടീമും ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനാൽ മത്സരഫലത്തിൽ പ്രസക്തിയില്ല. സോക്കർ പ്രേമികൾ കാത്തിരുന്ന പോരാട്ടം. ബ്രസീലും ഇറ്റലിയും സെമിയിൽ പ്രവേശിച്ചതിനാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കാനുള്ള മത്സരമാണിന്ന്. ജപ്പാനെയും മെക്സിക്കോയെയും മഞ്ഞപ്പട തോൽപ്പിച്ചത് ആധികാരികമായിട്ടാണ്. എന്നാൽ ഇറ്റലിയുടെ ജയം അത്ര പോരാ. ജപ്പാനെതിരെ ഇറ്റലി ജയിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രം. സൂപ്പർ താരം നെയ്മറിലാണ് ഇന്നും ബ്രസീലിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ 2 കളിയിലും നെയ്മറിന്റെ ചിറകിലേറിയാണ് മഞ്ഞപ്പടയുടെ ജയം. ഒപ്പം ഫ്രെഡ്, പൗളിഞ്ഞോ, ഓസ്കാർ എന്നിവരും അണിനിരക്കും. കളിക്കാരുടെ പരിക്കും സസ്പെൻഷനും ഇറ്റലി കോച്ച് സെസാർ പാൻട്രലിയെ ആശങ്കയിലാഴ്ത്തുന്നു. 2 കളിയിൽ മഞ്ഞക്കാർഡ് കണ്ട സ്ട്രൈക്കർ ഡാനിയൽ ഡി റോസി ഇന്ന് കളിക്കാൻ സാധ്യതയില്ല. മിഡ്ഫീൽഡർ ആന്ദ്രെ പിർലോ പരിക്കിന്റെ പിടിയിലുമാണ്. സ്ട്രൈക്കർമാരായ മരിയോ ബെലോട്ടലി, ആൽബർട്ടോ അക്കിലാനി എന്നിവരിലാണ് ഇറ്റാലിയൻ പ്രതീക്ഷ. ചരിത്രം ബ്രസീലിന് അനുകൂലമാണ്. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഇറ്റലി മഞ്ഞപ്പടയെ തോൽപ്പിച്ചിട്ടില്ല. 1982 ലോകകപ്പിലാണ് ഇറ്റലി അവസാനമായി ബ്രസീലിനെ മുട്ടുകുത്തിച്ചത്. കഴിഞ്ഞ കോൺഫെഡറേഷൻസ് കപ്പിലും വിജയം മഞ്ഞപ്പടക്ക് തന്നെ. ആക്രമണമാണ് ബ്രസീലിന്റെ മുഖമുദ്ര, ഇറ്റലിയുടേത് പ്രതിരോധവും. ഇന്ന് തോൽക്കുന്ന ടീം ഗ്രൂപ്പ് ബിയിലെ 1ാം സ്ഥാനക്കാരാവാൻ സാധ്യതയുള്ള സ്പെയിനിനെ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അരീന ഫോണ്ടോനോവയിലെ മൈതാനത്ത് പോരാട്ടം തീപാറും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജിദ്ദയിൽ അനധികൃതമായി തങ്ങുന്നവർക്ക് താമസ തൊഴിൽ രേഖകൾ നിയമവിധേയമാക്കാൻ അനുവദിച്ച 3 മാസത്തെ കാലാവധി നീട്ടാൻ സാധ്യത അറിയിച്ചത് ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് ഡെപ്യൂട്ടി ചെയർമാൻ മാസിൻ ബാറ്റർജി. കുവൈത്തിൽ വിദേശികൾക്ക് അടിമപ്പണിയെന്ന് US റിപ്പോർട്ട്. മനുഷ്യക്കടത്തിന്റെ കാര്യത്തിൽ കുവൈത്ത് കരിമ്പട്ടികയിലെന്നും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. താലിബാനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഖത്തറിലെത്തി. അഫ്ഗാന്റെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്ന സമാധാന കരാറിലെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജോൺ കെറി. ചർച്ചയ്ക്കെതിരെ അഫ്ഗാൻ പ്രസിഡന്റ് ഹാമിദ് കർസായി. സിറിയയിൽ വിമത പോരാളികൾക്ക് ആയുധങ്ങൾ നൽകുന്നതിനെതിരെ ഐക്യരാഷ്ട്രസഭ. നടപടി കൂടുതൽ യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കാരണമാകുമെന്ന് മുന്നറിയിപ്പ്. വിമതർക്ക് ആയുധമുൾപ്പെടെയുള്ള സഹായം നൽകുന്നത് ചർച്ച ചെയ്യാനായി ഫ്രണ്ട്സ് ഓഫ് സിറിയ യോഗം ദോഹയിൽ തുടങ്ങി. കോൺഫെഡറേഷൻസ് കപ്പിൽ ഇന്ന് ലോകം കാണാൻ ആഗ്രഹിക്കുന്ന പോരാട്ടം. ബ്രസീൽ ഇറ്റലിയെയും മെക്സിക്കോ ജപ്പാനെയും നേരിടും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ്.